അപ്പോൾ നമുക്ക് ജാഫർ ഇടുക്കി അദ്ദേഹത്തെ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കാം. അദ്ദേഹം ഭയങ്കര രസികനാണ്. ഇവിടെ വന്നിട്ടുണ്ട് ആയിരുന്നു. അദ്ദേഹം പെട്ടെന്ന് തമാശ സന്തോഷം നല്ല ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പം അദ്ദേഹമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ആയിക്കോട്ടെ. അപ്പം എന്നോട് ചോദിച്ചോളൂ. ഞാൻ എന്താ വിളിക്കണ്ടേ? ജാഫർ ഇടുക്കി സാറെന്ന് വിളിക്കണോ അതോ ഇക്കാന്ന് വിളിക്കണോ? എന്താ വിളിക്കേണ്ടത്? ജാഫർ വിളിച്ചു കഴിഞ്ഞാൽ കുറച്ച് പ്രായമൊക്കെ ഇല്ലേ, അപ്പം ഞാനത്ര നമുക്ക് റെസ്പെക്റ്റ് തരണ്ടേ? എനിക്ക് പ്രായം എന്നെ കണ്ടു വെച്ചാൽ പ്രായം തോന്നുമോ? ഈ അടുത്ത കുറച്ച് പടത്തിൽ ഞാനിങ്ങനെ ഈ എൻ്റെ താടിയും മീശയോ കുറച്ചും ഇങ്ങനെ നരപ്പിക്കാൻ പറ്റൊരു പാടെന്നെ അറിയാമോ? പിന്നെ നരപ്പിച്ചല്ലോ അറിയത്തില്ലായിരുന്നു. അപ്പം പിന്നെ എന്നെ ചേച്ചിന്ന് വിളിച്ചോ തിരിച്ച്? അപ്പോൾ അനുജ ചേച്ചി പിന്നെ എന്നാ ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞ് ഇപ്പം ഏതൊക്കെ സിനിമകളിലാണ്? ഇപ്പോൾ ഒരുപാട് സിനിമകളിൽ ജാഫർ പിന്നെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം ലേറ്റസ്റ്റ് മൂവി അതിനകത്ത് എങ്ങനെയായിരുന്നു ആ ഒരു കഥാപാത്രത്തിലേക്ക് എത്തിയ വഴി എങ്ങനെയായിരുന്നു? വഴിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയരുത് തിരുവനന്തപുരം ചുറ്റിക്കൊല്ലം പത്തനാപുരം അങ്ങനെയൊന്നും പറയരുത്. അത് ആ വഴിയല്ല ചോദിച്ചത്. ഓക്കെ. ഈ സിനിമയിലോട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വഴി ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവിയിലൊക്കെ ഞാനെങ്ങനെ ഒന്നൊന്ന് ചോദിക്കുന്നതിനെക്കാട്ടും അതായിരിക്കും കുറച്ചുകൂടെ. അപ്പോൾ ഈ മിമിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല തന്നെയാണ് എന്നെ ഈ പിന്നെ സിനിമയോട്ട് എത്തിച്ചത്. പിന്നെ തുടക്കകാലത്ത് ഞാനൊരു സീരിയലുണ്ടായിരുന്നു, അതിലൊരു കള്ളൻ്റെ വേഷമായിരുന്നു ഞാൻ ചെയ്തത്. അതിൽ കുറച്ച് കോമഡി ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു. ഈ പണമില്ലാത്ത ആൾക്കാരെ സഹായിക്കാമെന്ന് പറഞ്ഞൊരു ശുദ്ധനായിട്ടുള്ളൊരു കള്ളൻ. ഈ പണക്കാരൊക്കെ ചാടി വീണുകൊണ്ട് അവരെ കയ്യിൽ നിന്ന് കാശൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുന്നൊരു പാവ നിഷ്കളായിട്ടുള്ളൊരു കള്ളൻ. അതായിരുന്നു എൻ്റെ തുടക്കം. അങ്ങനെയായിരുന്നു ആ സീരിയലിനകത്ത്? അങ്ങനെയായിരുന്നു ജീവിതത്തിൽ? അങ്ങനെ തന്നെയാണോ? നിഷ്കളങ്കനായിട്ടുള്ള പാവം കള്ളനാണോ? എന്നാ ചോദ്യം എൻ്റെ മാതാവേ, ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്കളങ്കരായതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ മമ്മൂട്ടി മോഹൻലാലായി കഴിഞ്ഞാലും മമ്മൂട്ടി സുരേഷ് ഗോപി ആരായി കഴിഞ്ഞ് കഴിഞ്ഞാലും പിന്നെ അവരുടെ ഉള്ളൊരു പ്രത്യേക സ്നേഹം. അവരുടെ ഫിഗറെന്ന് പറഞ്ഞാൽ അങ്ങനെ ഫിഗറാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഫിഗറില്ലാത്ത ഒരു ആൾക്കാരെ എന്നെ ഇഷ്ടപ്പെടാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ അത് തന്നെയല്ലേ. എന്നാ ചോദ്യം നന്നായിട്ടുണ്ട് കേട്ടോ. കറക്റ്റ്. ശരിക്കും പറഞ്ഞാൽ ജാഫർക്ക് ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ജാടയില്ലാത്ത ഒരു നല്ലൊരു കലാകാരൻ. അത്ര നല്ലൊരു കലാകാരൻ. ഒരു മണിക്കൂർ അദ്ദേഹമായിട്ടുള്ള ഒരു ആ ഇൻട്രാക്ഷൻ സമയം പോയത് അറിഞ്ഞില്ല. അദ്ദേഹം തന്നെ ചോദിച്ചു ഇത്ര പെട്ടെന്ന് തീർന്നു എന്ന് ചോദിച്ചു. അത്ര നല്ല ഭയങ്കര രസികനാണ് ജാഫർക്ക്. ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം സന്തോഷം അറിയുന്ന പക്കായിരുന്നു കേട്ടോ. ആ ഫേസ് എക്സ്പ്രഷൻസ്, വോയിസ് മോഡുലേഷൻസ് അങ്ങനെയാണോ? അങ്ങനെ തന്നെയാ. കറക്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല വർഷം, അടിപൊളി വർഷം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാ ആൾക്കാരും എൻ്റെ പടം കാണണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ NTVക്കും എൻ്റെ അനുജയ്ക്കും എല്ലാവിധ ആശംസകളും പുതുവത്സരങ്ങളും നേരുന്നു. നന്ദി. NTV UAE to the world.